السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على من لا نبي الذين اصطفى أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള വേദിയിലിരിക്കുന്ന പ്രമുഖരെ, ഈ ശബ്ദം സാഗൂതം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ലിബറലിസം സർവനാശം എന്ന പ്രമേയത്തിൽ നിന്നുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു ജനകീയ വിചാരണ സദസ്സിലാണ് നാം എല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. മതം മനുഷ്യ നന്മക്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി മനുഷ്യൻ സ്വതന്ത്രനാണ് എന്നും ആ സ്വാതന്ത്ര്യം വേണ്ടുവോളം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ളതാണ് ഈ ജീവിതമെന്നും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നിടത്ത് രാഷ്ട്രമോ രാഷ്ട്രത്തിൻ്റെ സംവിധാനങ്ങളോ മതമോ മതത്തിൻ്റെ സംവിധാനങ്ങളോ നിയമസംഹിതകളോ ഒന്നും തന്നെ ഒരു വിലങ്ങുതടിയായി ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലുള്ള ചിന്താഗതിയിൽ നിന്നാണ് ലിബറലിസം എന്ന ആശയം രൂപം കൊള്ളുന്നതും ഉത്ഭവിക്കുന്നതും. ഈ കാണുന്ന പ്രകൃതിയിലെ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ആസ്വദിക്കാൻ മാത്രമുള്ളതല്ല. അവ ആസ്വദിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിന് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് മതം മനുഷ്യനെ നിരന്തരമായി ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മതത്തെയും ആ മതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികമായ അധ്യാപനങ്ങളെയും അതിൻ്റെ നിയന്ത്രണങ്ങളെയും ഭേദിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് മനുഷ്യൻ ചിന്തിച്ചപ്പോഴാണ് മനുഷ്യൻ സ്വതന്ത്രനാണ് എന്നും ആ സ്വാതന്ത്ര്യം പരമാവധി അനുഭവിക്കാനും ആസ്വദിക്കുവാനുമുള്ളതാണ് ഈ ജീവിതം എന്നും അവൻ ചിന്തിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിബറലിസം എന്ന ആശയത്തിലേക്ക് മനുഷ്യൻ പരിണമിക്കാൻ തയ്യാറായത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മൗലികമായി നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നന്മ അനുഷ്ഠിക്കാനും തിന്മ അനുഷ്ഠിക്കുവാനും അത് പ്രവർത്തിക്കുവാനുമുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീ വില്ലുണ്ട്. നന്മ അനുഷ്ഠിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതനായി തീരാനും തിന്മയുടെ വക്താവായിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങേയറ്റം പൈശാചികമായ തലത്തിലേക്ക് അധപ്പതിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് വകവെച്ച് നൽകിയിട്ടുണ്ട്, അത് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണമായി നാം പറഞ്ഞാൽ, നാം ഒരു റോഡിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ വഴിയരികിൽ വാഹനാപകടം സംഭവിച്ച് രക്തം വാർന്ന് ചേതനയറ്റ ശരീരവുമായി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു. എൻ്റെ മനസ്സ് പറയുന്നു, ഓടിച്ചെന്ന ആ വ്യക്തിയെ വാരിയെടുത്ത് എൻ്റെ വാഹനത്തിലോ അല്ലെങ്കിൽ ഒരു ആംബുലൻസിലോ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം.
ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ, വകയുണ്ടോ എന്ന് നോക്കണം. ആ മനുഷ്യനോട് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാൻ, എന്നെക്കൊണ്ടാകും വിധം ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്ന ഒരു പ്രവൃത്തി എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഇങ്ങനെ ഒരു ഭാഗത്ത് എനിക്ക് ചിന്തിക്കാം. എന്നാൽ അപകടം പറ്റി രക്തം വാർന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് പട്ടിണിയും പരിവട്ടവും അനുഭവിക്കുന്ന ഞാൻ, എൻ്റെ ജീവിതത്തിലുള്ള പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമായ പ്രതിസന്ധിയാണ് എന്നും ആ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ എനിക്ക് സമ്പത്ത് ആവശ്യമാണ് എന്നും അതുകൊണ്ട് രക്തം വാർന്ന് കിടക്കുന്ന, അപകടം പറ്റിക്കിടക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് ചെന്ന് അവൻ്റെ കയ്യിലും കഴുത്തിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്ത് അവൻ്റെ പോക്കറ്റിൽ അവൻ സൂക്ഷിച്ചിട്ടുള്ള പണം അപഹരിച്ച് എൻ്റെ വീട്ടിലുള്ള എൻ്റെയും മക്കളുടെയും പട്ടിണി അകറ്റാമെന്നൊരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അതും അവൻ്റെ യുക്തിയാണ്, അതും അവന് നന്മയായിട്ട് തോന്നുന്നു എങ്കിൽ ഇവിടെ ആരാണ് ആത്യന്തികമായി നന്മ ചിന്തിക്കേണ്ടതും തിന്മ പ്രവർത്തിക്കേണ്ടതും? ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടും പ്രവർത്തിക്കാനുള്ള പരിപൂർണമായ സമ്പൂർണമായ സ്വാതന്ത്ര്യം അവൻ്റെ മുമ്പിലുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം ഈ രൂപത്തിൽ അനുഭവിക്കുന്ന മനുഷ്യൻ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് വേദഗ്രന്ഥം കൃത്യമായി കൊണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ വിശദീകരിച്ച് കാണിച്ചത്. വേദഗ്രന്ഥങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന അന്തിമ വേദഗ്രന്ഥമാണല്ലോ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം നമ്മോട് പറയുന്നുണ്ട്. ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയുടെ 35-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്, ആദമേ നീയും നിന്റെ ഇണയും ഈ ഭൂമിയിൽ നിന്ന്, ഈ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ പോവുക. വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഅദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയുടെ 35-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഈ സ്വർഗത്തിൽ ആദമേ നീയും നിന്റെ ഇണയും ഈ സ്വർഗത്തിൽ താമസിക്കുകയും നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിങ്ങൾ സുഭിക്ഷ്യമായി ഇരുവരും ഭക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നിയന്ത്രണത്തിൻ്റെ ഒരു പരിധിയുടെ വേലിക്കെട്ട് തീർക്കുകയാണ്. ആ കാണുന്ന മരത്തിലേക്ക് വലാ തഖറബാ ഹാദിഹി ശജറ, ആ കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ സമീപിച്ചുകൂടാ. എല്ലാം നിങ്ങൾ അനുഭവിച്ചോളൂ. ഇവിടെയുള്ള ഈ തോട്ടത്തിലുള്ള ഈ സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ളതാണ്. എന്നാൽ ആ കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ സമീപിച്ചു പോകരുത്, അതിലെ കായ്കനികൾ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അതിർവരമ്പ് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ഈ വചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഏതൊക്കെ മരങ്ങളിലേക്ക് നാം സമീപിച്ചു കൂടാ എന്ന് പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ അടിവരയിട്ടുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെ മരത്തിലേക്ക് നാം സമീപിക്കണം, എവിടെയെല്ലാം നമുക്ക് സ്വാതന്ത്ര്യമാകാം, എവിടേക്കെല്ലാം നാം ആ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് കടന്നു ചെന്നുകൂടാ എന്ന് പഠിപ്പിക്കുകയാണ് മതം ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തെ പഠിപ്പിക്കുവാൻ, ഈ ധാർമ്മികമായ നയങ്ങൾ പഠിപ്പിച്ചു നൽകുവാനാണ് ചരിത്രത്തിൽ ദൈവീക സന്ദേശവുമായി കൊണ്ട് പ്രവാചകന്മാർ കടന്നു വന്നത്. പരിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത് പല രീതിയിലാണ്. ഖുർആനിൻ്റെ 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിൻ്റെ 47-ാമത്തെ വചനത്തിൽ കാണാം, വലിക്കുല്ലി ഉമ്മത്തിർ റസൂൽ, എല്ലാ ഉമ്മത്തുകളിലേക്കും സമുദായങ്ങളിലേക്കും ഓരോ പ്രവാചകനുണ്ട്. 13-ാമത്തെ അധ്യായം സൂറത്ത് റഅദിൻ്റെ 7-ാമത്തെ വചനത്തിൽ സമാനമായ ഒരു വചനം അല്ലാഹു തആല വീണ്ടും വിശദീകരിക്കുന്നു, വലിക്കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ യുഗങ്ങളിലേക്കും ഓരോ മാർഗദർശിനിയുണ്ട്. ഖുർആനിൻ്റെ 35-ാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിർ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവിടെ പറയുകയാണ്, ഇന്നാ അർസൽനാക ബിൽ ഹഖി ബശീറൻ വ നദീറാ വ ഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. സ്പഷ്ടമായ ഒരു താക്കീതുകാരൻ്റെ നിയോഗം കഴിഞ്ഞു പോകാത്ത ഒരൊറ്റ സമുദായവുമില്ല. എവിടെയെല്ലാം മനുഷ്യരുണ്ടായിട്ടുണ്ടോ അവിടേക്കെല്ലാം അള്ളാഹുവിങ്കൽ നിന്നുള്ള സത്യസന്ദേശവുമായി, മതത്തിൻ്റെ കൃത്യമായ അധ്യാപനങ്ങളുമായി മനുഷ്യർ സത്യസന്ദേശത്തിൽ നിന്ന്, സത്യപന്ഥാവിൽ നിന്ന് വ്യതിചലിച്ചു പോയപ്പോൾ അവരെ സത്യത്തിൻ്റെ സന്മാർഗത്തിലേക്ക് തിരിച്ചു വിളിക്കുവാൻ വേണ്ടി കാലാന്തരങ്ങളിൽ പ്രവാചകന്മാർ കടന്നു വന്നു. ആ പ്രവാചകന്മാരെല്ലാം ഒരേ സ്വരത്തിൽ നിർവഹിച്ച ദൗത്യം ഒന്നായിരുന്നു എന്ന് നമുക്ക് കാണാൻ
കഴിയുമെന്നുള്ളതാണ്. അവർ കൊണ്ടുവന്ന അധ്യാപനം എന്തായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, ഖുർആനിന്റെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയുടെ 38-ാമത്തെ വചനത്തിൽ കാണാം, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക. മനുഷ്യനാ നിയന്ത്രണത്തിന്റെ വലയം, ആ പരിധി ലംഘിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തോട്ടത്തിൽ നിന്ന്, ആ സ്വർഗ്ഗപൂങ്കാവനത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അവരിലേക്കായിട്ട് ഒരു ആശയത്തെ, ഒരു നിർദ്ദേശത്തെ അല്ലാഹു തആല ഇറക്കി കൊടുത്തു. അവരോടായി പറയുകയാണ്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, എന്നിട്ട് എൻ്റെ പക്കൽ നിന്നുള്ള ഒരു മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ, ഫമൻ തബിയ ഹുദായ, ആരാ മാർഗദർശനത്തെ, ആരാ മതത്തിൻ്റെ അധ്യാപനങ്ങളെ, ആരാ ജീവിതത്തിൻ്റെ ദർശനത്തെ പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ദുഃഖിക്കേണ്ടി വരികയില്ല, അവന് പ്രയാസപ്പെടേണ്ടി വരികയില്ല. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്ക് കടന്നു വന്ന സർവ്വപ്രവാചകന്മാരും ഒരേ സ്വരത്തിൽ പ്രബോധനം ചെയ്തത്, മനുഷ്യരാശിയെ പഠിപ്പിച്ചത്, മാനവകുലത്തെ പഠിപ്പിച്ചത് ഈ ഹുദയാണ്, ഈ മാർഗദർശനമാണ്, ഈ മതത്തിൻ്റെ അധ്യാപനമാണ്. എന്നാൽ ഇന്ന് ലിബറലിസം പറയുന്നത് മനുഷ്യന് ധാർമ്മികത നിർവചിച്ച് നൽകാൻ നന്മയെന്തെന്ന് തിന്മയെന്തെന്ന്, ധർമ്മമെന്തെന്ന് അധർമ്മമെന്തെന്ന്, നീതിയെന്ത് അനീതിയെന്ത്, സത്യമെന്ത് അസത്യമെന്ത്, കള്ളമേത് സത്യമേത്, ഇതൊന്നും വിശദീകരിച്ച് വേർതിരിച്ച് കാണിച്ചു കൊടുക്കുവാൻ മതാധ്യാപനങ്ങളുടെയോ മതപ്രവാചകന്മാരുടെയോ വേദഗ്രന്ഥങ്ങളുടെയോ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ മതം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ഇസ്ലാമിനെയാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായിക്കൊണ്ടാണ് മതം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ധാർമ്മികത പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ലിബറലിസത്തിന് ധാർമ്മികത നിർവചിക്കാനാവുക? മനുഷ്യനെ മനുഷ്യനായി കണ്ടവർക്ക് മാത്രമേ, മനുഷ്യനെ കൃത്യമായി സൃഷ്ടിച്ച് സംവിധാനിച്ചവന് മാത്രമേ മനുഷ്യനാവശ്യമായ നന്മ എന്തൊക്കെ, ആത്യന്തികമായി അവൻ്റെ കാര്യത്തിൽ തിന്മ എന്തൊക്കെയാണ് എന്ന് നിർവചിച്ച് വിശദീകരിച്ച് വ്യവച്ഛേദിച്ച് കാണിച്ചു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ശാസ്ത്രത്തിന് മനുഷ്യനെ കൃത്യമായി നിർവചിക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ്. CM ജോർജ് അദ്ദേഹത്തിൻ്റെ ദ ഗേറ്റ് ടു ഫിലോസഫി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഹവാർഡിൻ്റെ ഒരു കവിതാശകലം എടുത്തുദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, 10 ഗാലൻ വെള്ളവും 9000 പെൻസിലുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ കാർബണും 2500 തീപ്പെട്ടിക്കൊള്ളികൾക്ക് ആവശ്യമായ ഫോസ്ഫറസും, അതുപോലെ തന്നെ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു ആണിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇരുമ്പുകളും, ഒരു കോഴിക്കൂടിന് പെയിൻ്റ് അടിക്കാൻ ആവശ്യമായ കുമ്മായവും, അല്പം മഗ്നീഷ്യവും ഫോസ്ഫറസും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനായി എന്നാണ് രസതന്ത്രത്തിൻ്റെ ഭാഷയിലൂടെ അങ്ങനെയുള്ള ആളുകൾക്ക് മനുഷ്യനെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. വേറൊരു ഭാഗത്ത് ക്രോമസോമുകളും സെല്ലുകളും കൂടിച്ചേർന്നുണ്ടായ ഒരു ജീവിയാണ്, ഒരു രൂപമാണ് മനുഷ്യനെന്ന് ജീവശാസ്ത്രം ഒരുപക്ഷെ മനുഷ്യനെ നിർവചിക്കും. ഇങ്ങനെ ഓരോ മേഖലകൾക്കും മനുഷ്യനെ നിർവചിക്കാൻ പല രീതികളും രൂപങ്ങളും ഉണ്ടാകും. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചവന് മാത്രമാണ് ആരാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെന്നും, അവൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്താണ് എന്നും, എവിടെ നിന്നാണ് അവൻ വന്നത് എന്നും, എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നും, എന്താണ് ആത്യന്തികമായി നന്മ എന്നും, എന്താണ് ആത്യന്തികമായി അവന് തിന്മ എന്നും, എന്താണ് ധർമ്മമെന്നും, എന്താണ് അവൻ്റെ കാര്യത്തിൽ അധർമ്മമെന്നും വ്യവച്ഛേദിച്ച് വിശദീകരിച്ചു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അലാ യഅലമു വഅസിറു ഖൗലകും വജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. പരിശുദ്ധ ഖുർആനിൻ്റെ 67-ാമത്തെ അധ്യായം സൂറത്ത് മുൽക്കിൻ്റെ 13-14 വചനങ്ങളാണ്. ആ 14-ാമത്തെ വചനത്തിൽ ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, സൃഷ്ടിച്ചുണ്ടാക്കിയ അല്ലാഹു എല്ലാം അറിയുകയില്ലേ, അവനെല്ലാം അറിയുന്നവനും സസൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നിരിക്കെ ആ മനുഷ്യന് ആത്യന്തികമായി എന്തൊക്കെ കാര്യങ്ങൾ നന്മയാണ്, എന്തൊക്കെ കാര്യങ്ങൾ തിന്മയാണ്, അല്ലാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നിരിക്കെ ആ കാര്യങ്ങൾ പറയാൻ അല്ലാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുക. നിങ്ങൾ നോക്കൂ, 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടിയാണ്. ഇങ്ങനെ ട്രില്യൺ കണക്കിന് കോശങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് മനുഷ്യനുണ്ടായത് എങ്കിൽ ഓരോ കോശത്തിൻ്റെയും ധർമ്മം എന്തെന്നറിയുമോ? ഓരോ കോശത്തിൻ്റെയും ഉള്ളിൽ
ഒരു വെൽ പ്ലാൻഡ് സിറ്റിയിൽ, ഒരു വെൽ ഡെവലപ്ഡ് സിറ്റിയിൽ എത്ര വ്യവസ്ഥാപിതമായിട്ടായിരിക്കുമോ കാര്യങ്ങൾ നടക്കുക, അതിനേക്കാൾ സിസ്റ്റമാറ്റിക്കായ രൂപത്തിലാണ്, വ്യവസ്ഥാപിതമായ രൂപത്തിലാണ് ഓരോ മനുഷ്യകോശങ്ങളിലും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ആ കോശങ്ങളെ സംവിധാനിച്ചവനാരാണോ, ഉപരിലോകത്തെ മാലിക്കുൽ മുലൂക്ക്, മലിക്കുൽ ജബ്ബാറായ ഖദീറും ഖബീറും മാലിക്കും മുലൂക്കുമായ റഹ്മാനും റഹീമും ഗഫൂറും ഗഫാറുമായ റബ്ബുൽ ഇസ്സത്ത്, ആ അള്ളാഹുവാണ് എനിക്കൊരു കാര്യം നന്മ എന്ന് അറിയിച്ചു തരേണ്ടത്, എനിക്കൊരു കാര്യം തിന്മ എന്ന് അറിയിച്ചു തരേണ്ടത്. പാരത്രിക ലോകത്തുള്ള ഈ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും മരണാനന്തരം ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നും, ആ ലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണമോ എങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നും, എന്തെല്ലാം കാര്യങ്ങളിലേക്ക് നിങ്ങൾ അതിരുകടന്ന് പോകാൻ പാടില്ല എന്നും കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ് മതം ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്നു. പലപ്പോഴും ലിബറലിസത്തിൻ്റെ വക്താക്കൾക്ക് മനുഷ്യനെന്ന് പറഞ്ഞാൽ തൊലിയുടെ വെളുപ്പ്, തൊലിയുടെ നിറം, വെളുത്തവർക്ക് മാത്രമാണ്, വെളുത്തവർ മാത്രമായിരിക്കും മനുഷ്യൻ. എന്നാൽ ഇത്തരത്തിലുള്ള വംശീയതയെയും ഇത്തരത്തിലുള്ള വർഗവിവേചനത്തെയും റേസിസത്തെയും ഭേദിച്ചുകൊണ്ട് മാനവരാശിയുടെ ഏറ്റവും ഉന്നതമായ മാനവിക ഐക്യത്തിൻ്റെ ഉദാത്തമായ രീതികളും രൂപങ്ങളും മനുഷ്യരാശിയുടെ മുമ്പിൽ വിശദീകരിച്ച് കാണിക്കുകയാണ് മതം ചെയ്യുന്നത്. മതം എന്താണ് മനുഷ്യനെ പഠിപ്പിച്ചത്? നിങ്ങളുടെ തൊലി കറുത്തു എന്നതിൻ്റെ പേരിൽ, നിങ്ങളുടെ തൊലി വെളുത്തു എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാം തുല്യരാണ്. ഒരാൾ അധമനോ ഒരാൾ ഉന്നതമനോ, ഒരാൾ ഉന്നതനോ ഒരാൾ അധമനോ ആയിത്തീരുന്നത് അയാളുടെ ഹൃദയത്തിൽ അയാൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ധർമ്മനിഷ്ഠയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഖുർആനിൻ്റെ 49-ാമത്തെ അധ്യായം സൂറത്ത് ഹുജറാത്തിൻ്റെ 13-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ്. എത്ര സുന്ദരമാണത്! ഒരു വിഭാഗത്തെയാണോ വിളിക്കുന്നത്? അല്ല. അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ. ഈ കഴിഞ്ഞ 2022 ഖത്തറിൽ വെച്ച് ലോക ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കം കുറിക്കപ്പെട്ടപ്പോൾ അൽ ബൈത്ത് സ്റ്റേഡിയത്തിൽ സാക്ഷിയായി ലോക ജനതയെ മുഴുവൻ അഭിസംബോധനം ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ കാണെ ആ വേദിയിലേക്ക് കടന്നു വന്ന 2 വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. ഒന്ന് കറുത്ത വർഗക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് കടന്നു വന്ന മോർഗൻ ഫ്രീമാനും, മറ്റൊന്ന് ഓനിം അൽ മുഫ്തായ് എന്ന് പറയുന്ന 20 വയസ്സുള്ള ഖത്തരി ബാലനും. മോർഗൻ ഫ്രീമാൻ്റെ ചോദ്യമാണ്, ലോകത്ത് വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത ദേശങ്ങളും വ്യത്യസ്ത ജനവിഭാഗങ്ങളും, എങ്ങനെയാണ് ഇവരെല്ലാം ഒരു കുടക്കീഴിലേക്ക് വരുന്നത്? ഓനിം അൽ മുഫ്ത അവിടെ മറുപടിയായിക്കൊണ്ട് അതിനുള്ള പരിഹാരമായി നിർദ്ദേശിക്കുന്നത് ലിബറലിസത്തിൻ്റെ ഏതെങ്കിലും ആശയങ്ങളല്ല. അവിടെ അവൻ വിശദീകരിച്ചത് പരിശുദ്ധ ഖുർആനിൻ്റെ 49-ാമത്തെ അധ്യായം ഹുജറാത്തിൻ്റെ 13-ാമത്തെ വചനമാണ്. അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൊണ്ട് മനുഷ്യരുടെ സൃഷ്ടാവായ അള്ളാഹു വിളിക്കുന്നു. അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്രിൻ വ ഉൻസ, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമാക്കി നിങ്ങളെ വേർതിരിച്ചത് ഗോത്രത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും തമ്മിലടിച്ച് രക്തം ചിന്താനല്ല. ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന കറുത്ത വർഗക്കാരനായ ഒരു മനുഷ്യൻ അമേരിക്കക്കാരൻ്റെ ഷൂസിനടിയിൽ, ബൂട്ടിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചപ്പോൾ കറുത്തതും വെളുത്തത് എന്ന വിവേചനമാണ് അവിടെ പ്രവർത്തിച്ചത് എങ്കിൽ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തത്വശാസ്ത്രമെങ്കിൽ, ഇസ്ലാം അതിനെ ശക്തമായി കൊണ്ട് നിരാകരിക്കുന്നു, ഇസ്ലാം അതിനെ ശക്തമായി കൊണ്ട് എതിർക്കുന്നു, അതിനെ കടന്നാക്രമിക്കുന്നു, അതിനെ ചോദ്യം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ തൊലി കറുത്തു എന്നതിൻ്റെ പേരിൽ, നിങ്ങളുടെ തൊലി വെളുത്തു എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രത്യേകതയുമില്ല. അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങളിൽ നിന്ന് ആരായിരിക്കും ഏറ്റവും ഉത്തമൻ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ആരാണോ ഏറ്റവും നന്നായി തഖ്വ പാലിച്ച് ധർമ്മനിഷ്ഠ പാലിച്ച് ജീവിക്കുന്നവൻ, അവനാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉന്നതമായ സ്ഥാനം. എത്ര കൃത്യമായിട്ടാണ് മതം ഇടപെട്ട് സംസാരിക്കുന്നത് എന്ന് നോക്കൂ. ഇങ്ങനെ മതം പഠിപ്പിച്ച ധാരാളം ധാർമ്മികമായ കൽപ്പനകളും ധാർമ്മികമായ അധ്യാപനങ്ങളും നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസുണ്ട്, ലാ ഫളല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ, ലാ ഫളല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ വലാ ലി അബിയള അലാ അസ്വദി ഇല്ലാ ബിത്തഖ്വ, കറുത്തവന് വെളുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ യാതൊരുവിധ ശ്രേഷ്ഠതയുമില്ല ധർമ്മനിഷ്ഠയുടെ കാര്യത്തിലല്ലാതെ എന്ന്, തഖ്വയുടെ കാര്യത്തിലല്ലാതെ. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് എത്ര സുന്ദരമായ ആദർശമാണ് എന്ന് നോക്കൂ. മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത് എത്ര സുന്ദരമായ ധാർമ്മികമായ അധ്യാപനങ്ങളാണ് എന്ന് നോക്കൂ. മതം പഠിപ്പിച്ച ധാരാളം ധാർമ്മികമായ നന്മകളുള്ള ധാരാളം അധ്യാപനങ്ങളുണ്ട്. അതിൽ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം.
ഏറ്റവും വലിയ നന്മ എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്, മതം പഠിപ്പിച്ചത്, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സ്രഷ്ടാവിനെ തിരിച്ചറിയുക, ആ സ്രഷ്ടാവിനോട് മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. നാം ആരെ ആരാധിക്കണം? എന്തുകൊണ്ട് എന്നെ സൃഷ്ടിച്ച എൻ്റെ സ്രഷ്ടാവായ റബ്ബിനെ മാത്രം നാം ആരാധിക്കണം? ഹംസ ജോസിസ് അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദം വിശദീകരിക്കുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം ദ ഗോഡ് ഡെല്യൂഷൻ എന്ന് അത് ഹംസ ജോസിസിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം? നന്നായിട്ട് പാട്ടുപാടാൻ കഴിവുള്ള ഒരു കുട്ടി, അവർ നന്നായിട്ട് പാട്ടുപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഭിനന്ദനം അവർ അർഹിക്കുന്നു. അതിസുന്ദരമായ രൂപത്തിലാണ് മനുഷ്യരായ നമ്മെ ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചു പരിപാലിച്ചിരിക്കുന്നത്. നമുക്കാവശ്യമായ സർവ്വകാര്യങ്ങളും ഈ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നതും ആ രൂപത്തിലാണ്. അതുകൊണ്ട് ആ അള്ളാഹു മാത്രമാണ് ആരാധനകൾക്ക് അർഹൻ എന്നത് മനുഷ്യൻ്റെ കേവലമായ യുക്തി നമ്മോട് പറയുന്നുണ്ട് എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആരെ ആരാധിക്കണം? എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. ധർമ്മനിഷ്ഠയിൽ, ധാർമ്മികതയിൽ മനുഷ്യരെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ ഏകനായ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. വലാ തദഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ഇലാഹ ഇല്ലാ ഹുവ കുല്ലു ഷൈഇൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്, അള്ളാഹുവോടൊപ്പം മറ്റു ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അവനല്ലാതെ മറ്റൊരു ദൈവവും നിങ്ങൾക്കില്ല തന്നെ എന്ന് കൃത്യമായി കൊണ്ട് ഏറ്റവും വലിയ നന്മ ഇസ്ലാം അവിടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അരാജകത്വങ്ങൾക്കെതിരെ നിങ്ങൾ മൗനികളായി തീരാൻ പാടില്ല. നിങ്ങൾ ശബ്ദമുയർത്തണം. എങ്ങനെയെല്ലാം ആ തിന്മകൾക്കെതിരെ രംഗത്ത് വരാൻ നിങ്ങൾക്ക് കഴിയുമോ അങ്ങനെയെല്ലാം നിങ്ങൾ രംഗത്ത് വരണം. നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം, തിന്മ വിരോധിച്ചുകൊണ്ടേയിരിക്കണം. നന്മ കൽപ്പിക്കപ്പെട്ടില്ല എങ്കിൽ, തിന്മ വിരോധിക്കപ്പെട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മെ ബാധിക്കുമോ എന്ന് നാം ഭയപ്പെടണം. അതേ പരിശുദ്ധ ഖുർആനിലൂടെ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ കുഞ്ഞുമകന് നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്. അവിടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. യാ ബുനയ്യ അഖ്മിസ്സലാത്ത യാ ബുനയ്യ അഖ്മിസ്സലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എൻ്റെ കുഞ്ഞുമോനെ, നീ നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നിസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. നിന്നിൽ എന്തെങ്കിലും വിപത്തുകൾ വന്ന് ഭവിച്ചാൽ അതിൽ നീ ക്ഷമിക്കുക. ഇവയെല്ലാം ഉറപ്പായും ഊന്നി പറയപ്പെട്ട കാര്യങ്ങളാണ് എന്ന് ഖുർആനിൻ്റെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ 17-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയുണ്ടായി, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി ദാലിക അദ്അഫുൽ ഈമാൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു തിന്മ കണ്ടാൽ അത് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, കൈ കൊണ്ട് തടയാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളത് നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് ആ തിന്മയെ എതിർക്കണം. ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി, നാവ് കൊണ്ട് നിങ്ങൾക്കതിനെ എതിർക്കാനും കഴിയുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് ആ തിന്മയെ വെറുക്കുകയെങ്കിലും ചെയ്യണം. ദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ അതാണ് എന്ന്, അതെങ്കിലും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയണം എന്ന്. സമൂഹത്തിൽ നിലനിൽക്കുന്ന അരാജകത്വങ്ങൾ നമ്മുടെ കണ്ടുകൊണ്ട് കണ്ട് നാം സാക്ഷിയാകുമ്പോൾ, ഈ ജീവിതം കൊണ്ട് നാം സാക്ഷിയാകുമ്പോൾ ഇതിനെതിരെ എങ്ങനെ ശബ്ദിക്കാതിരിക്കും? നിങ്ങൾ ഇതിനെതിരെ ശബ്ദിക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ നാം ഹോമോഫോബിക്കായി പച്ച കുത്തപ്പെടുന്നു, മുദ്ര കുത്തപ്പെടുന്നു. നമ്മുടെ കഴുത്തിൽ ഒരു ഹോമോഫോബിക് എന്ന നിലക്ക്, ഒരു ബാർബേറിയൻ എന്ന നിലക്ക്, ഒരു പ്രാകൃത വർഗ്ഗക്കാരൻ എന്ന നിലക്ക് നമ്മുടെ കഴുത്തിലേക്ക് ടാഗുകൾ തൂക്കിത്തരുന്നു. എങ്ങനെയൊക്കെയാണെങ്കിലും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം അധാർമികതകൾക്കെതിരെ ശബ്ദിക്കാൻ നാം തയ്യാറല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മെ വന്നു ഭവിക്കുമോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ചാരവൃത്തിയും ഒളിഞ്ഞു കേൾക്കലും അരുത് എന്ന് ഖുർആൻ അടിവരയിട്ടുകൊണ്ട് നമ്മോട് പറയുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള നന്മകളാണ് മനുഷ്യരാശിയെ ഖുർആനും ഹദീസും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതം മനുഷ്യനോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നന്മകളുടെ വക്താക്കളായി തീരാൻ വേണ്ടിയാണ്. ഖുർആൻ പറയുന്നത് പരദൂഷണം പറയരുത് എന്നാണ്, മറ്റുള്ളവരെ പരിഹസിക്കരുത്, അസൂയ പാടില്ല, ചാരവൃത്തിയും ഒളിഞ്ഞു കേൾക്കലും
ഒരിക്കലും പാടില്ല. കള്ളസാക്ഷി പറയരുത്, സത്യത്തിന് സാക്ഷി പറയാൻ മടിക്കരുത്. സംസാരിക്കുമ്പോൾ നിങ്ങൾ ശബ്ദം താഴ്ത്തണേ. പരുഷമായി ഒരാളോട് പോലും സംസാരിക്കരുത്. ആളുകളോട് സൗമ്യമായ വാക്കുകൾ നിങ്ങൾ പറയണം. ഭൂമിയിലൂടെ നീ നടക്കുകയാണെങ്കിൽ അത് സൗമ്യതയോടുകൂടി വിനയത്തോടു കൂടിയായിരിക്കണം. നിന്റെ നടത്തത്തിൽ ഒരിക്കലും അഹങ്കാരം പാടില്ല. അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് നീ അതിലൊന്നും മുഴുകാതെ അവയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും മറ്റുള്ളവരുടെ തെറ്റുകൾ കഴിയുന്നത്രയും മാപ്പ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്നും മറ്റുള്ളവരോട് ഔദാര്യത്തോടു കൂടി പെരുമാറണമെന്നും അതിഥികളെ സൽക്കരിക്കണമെന്നും പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ നീ പ്രേരിപ്പിക്കണമെന്നും അനാഥകളെ സംരക്ഷിക്കണമെന്നും ചോദിച്ചു വരുന്നവരെ ഒരിക്കലും പോലും മാറ്റി അകറ്റരുത് എന്നും വിഷമിക്കുന്നവരെ കണ്ടെത്തി നീ സഹായിക്കണമെന്നും ചെയ്ത ഉപകാരങ്ങൾ നീ എടുത്തു പറയാൻ പാടില്ല എന്നും വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ തിരിച്ചേൽപ്പിക്കണമെന്നും നീ അഥവാ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ലംഘിക്കാൻ പാടില്ല എന്നും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്നും നന്മയിൽ പരസ്പരം സഹകരിക്കണമെന്നും തിന്മയിൽ ഒരിക്കലും സഹകരിക്കാൻ പാടില്ല എന്നും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്നും സത്യവും അസത്യവും കൂട്ടിക്കലർത്താൻ പാടില്ല എന്നും വഞ്ചനക്ക് ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ നീ കൂട്ടുനിൽക്കാൻ പാടില്ല എന്നും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നും പിശുക്ക് കാണിക്കരുത് എന്നും അന്യൻ്റെ ധനം അന്യായമായി തിന്നരുത് എന്നും അനാഥകളുടെ ധനം നീ അപഹരിച്ചു പോകരുത് എന്നും ധനം ദൂർത്തടിക്കാൻ പാടില്ല എന്നും കൈക്കൂലി വാങ്ങാൻ പാടില്ല എന്നും പലിശ പാടില്ല, ചൂത് കളിക്കാൻ പാടില്ല എന്നും അതുപോലെ തന്നെ ഊഹങ്ങളിൽ നിന്ന് മിക്കതും കളവാണ്, അതുകൊണ്ട് ഊഹങ്ങളെ നീ വെടിയണമെന്നും തിന്നുകയും കുടിക്കുകയും ചെയ്താലും നീ ഒരിക്കലും അമിതമാകാൻ പാടില്ല എന്നും ശവം, രക്തം, പന്നിമാംസം എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, അത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്നും ഭാഗ്യപരീക്ഷണങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കാൻ പാടില്ല എന്നും ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്നും കൃത്യമായി കൊണ്ട് മതാധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ അധ്യാപനങ്ങളെയും നിങ്ങൾ എടുത്തു നോക്കുക. ഒരിക്കൽ പോലും നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് സമീപിക്കരുത് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അവിടെ കൃത്യമായി കൊണ്ട് മതം നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാം. നിങ്ങൾ നോക്കൂ, കൺസെൻ്റ് ഉണ്ടെങ്കിൽ ആരുമായും ഏതു രൂപത്തിലും ലൈംഗിക വീഴ്ചയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നാണ് ലിബറലിസം ഈ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രൂപത്തിൽ സാംസ്കാരികമായ അങ്ങേയറ്റത്തെ ച്യുതി സംഭവിക്കുമെന്ന കാര്യത്തിൽ എന്താണ് സംശയമുള്ളത്? ഏത് രീതിയിലും എങ്ങനെയും ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ്, സ്വന്തം രക്തത്തിൽ ഉള്ള ആളുകളോട് പോലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല എന്ന രീതിയിലേക്ക് പോലും ഈ നാട് മാറിപ്പോകുന്നു എങ്കിൽ വരും തലമുറ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പോലും അതിനെ വളരെ ലാഘവത്തോടു കൂടി ജനറലൈസ് ചെയ്തും നോർമലൈസ് ചെയ്തും മുന്നോട്ട് കൊണ്ടുപോകുന്നു എങ്കിൽ ഇതെത്തി നിൽക്കുന്ന അപകടം എത്രത്തോളം ഉണ്ട് എന്നറിയണം. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, ഒരു നോക്കുകൊണ്ടുപോലും ഒരു വർത്തമാനം കൊണ്ടും പോലും നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞത്. വലാ തഖ്റബു സിന, നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 17-ാമത്തെ വചനം അധ്യായം സൂറത്ത് ഇസ്രാഇൻ്റെ 32-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കപ്പെടുകയാണ്. വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് സമീപിക്കരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അത് ഏറ്റവും മോശമായ കാര്യമാണ്, അതേറ്റവും നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാകുന്നു എന്ന്. അതേ, ഏതിനും എന്തിനും മദ്യമാകാം, ലഹരിയാകാം, അതൊക്കെ ഉപയോഗിക്കുന്നതിനെ എന്തിനാണ് ഇത്ര തടയുന്നത്? ജീവിതത്തിൽ കുറച്ചൊക്കെ ലഹരി ഉപയോഗിച്ചൂടെ? അതൊന്നും ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ലഹരി ഉപയോഗിച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഷാഫി സ്വബാഹി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു ഡോക്ടർ ഇവിടെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരപ്പെട്ട വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന ഒരു രോഗി, ആ രോഗി MDMA ഉപയോഗിച്ചിട്ടുണ്ടത്രേ. ആ രോഗിയെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കിയ സമയത്ത് ആ ചികിത്സിച്ച ഡോക്ടറെ, ആ നഴ്സിനെ മാരകമായ രൂപത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച് അവരെ കൊന്നുകളയുകയാണ്. അവൻ അത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചത് അവൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്ന ആ ലഹരിയായിരിക്കാം. ഇസ്ലാം അതിനെ കൃത്യമായി കൊണ്ട് അടിവേരറുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽബഅ്ദാഅ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി. അല്ലാഹു തആല 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 90-91 വചനങ്ങളിലൂടെ പറയുകയാണ്, തീർച്ചയായും മദ്യം, ചൂതാട്ടം എല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകളും എല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അതിലേക്ക് സമീപിച്ചു പോകരുത്. നിങ്ങൾക്ക് ഇനിയും അതിൽ നിന്ന് പിന്തിരിയാൻ സമയമായില്ലേ?
ആ മദ്യം ഉപയോഗിക്കുന്നതിലൂടെ, ആ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ഓർമ്മയെ അത് ബാധിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അത് നിങ്ങളെ തടഞ്ഞു വെക്കുന്നു എന്ന് കൃത്യമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. തെറ്റായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം അടിവേരോടെ പിഴുതെറിയുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. മനുഷ്യൻ്റെ നന്മക്കാവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊന്നു വിടാതെ കൃത്യമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ടവർക്ക് മാത്രമേ, മനുഷ്യനെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവിന് മാത്രമേ ആത്യന്തികമായി ഒരു മനുഷ്യന് നന്മ എന്ത് എന്നും തിന്മ എന്ത് എന്നും വ്യവച്ഛേദിച്ച് വിശദീകരിച്ച് കാണിച്ചു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ആ സ്രഷ്ടാവായ അല്ലാഹു തആല എന്താണ് ധർമ്മം എന്നും എന്താണ് അധർമ്മം എന്നും വിശദീകരിച്ച് കാണിച്ചു കൊടുക്കുവാനാണ് ലോകത്തേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചതും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും. ആ വേദഗ്രന്ഥങ്ങൾക്ക് പരിസമാപ്തി കുറിക്കപ്പെട്ട അന്തിമ വേദഗ്രന്ഥമാണ് ഖുർആൻ. ആ പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വന്ന അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകനെ പിൻപറ്റാൻ, ആ വേദഗ്രന്ഥത്തിൻ്റെ അധ്യാപനങ്ങളെ പിൻപറ്റുകയാണ് മോക്ഷത്തിനുള്ള ഏക മാർഗം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനാണ് മനുഷ്യരെ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഒരു മുൻവിധിയോട് കൂടിയല്ല ഈ സംസാരത്തെയും തുടർന്ന് വരാനിരിക്കുന്ന സംസാരങ്ങളെയും നിങ്ങൾ നോക്കിക്കാണേണ്ടത്. തുറന്ന മനസ്സോടുകൂടി, സത്യാന്വേഷണ തൃഷ്ണയോടുകൂടി ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഒരു മനസ്സോടുകൂടി ഇവിടെ നടക്കുന്ന ആശയപരമായ സംസാരങ്ങളെ, ഇവിടെ നടക്കുന്ന മനുഷ്യൻ്റെ ദൈക്ഷണിക മണ്ഡലങ്ങളെ തട്ടിയുണർത്തിയിട്ടുള്ള സംസാരങ്ങളെ ഓരോന്നും നിങ്ങൾ കൃത്യമായി കേൾക്കണം. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും അല്ലെങ്കിലും കൃത്യമായി കൊണ്ട് ഇത് ശ്രവിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇതിനെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്നിട്ട് മതമാണോ അതല്ല ലിബറലിസമാണോ മനുഷ്യന് ധാർമ്മികത പഠിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്? ആർക്കാണ് ആത്യന്തികമായ ഒരു കാര്യം നന്മ എന്ന് പറയാൻ കഴിയുക? ധാർമ്മികതയെ കൃത്യമായി നിർവചിക്കാൻ മതത്തിന് കഴിയുമോ ഇല്ലേ? നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കേട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുൻവിധിയോട് കൂടിയല്ല ഇത്തരം സംസാരങ്ങളെയും ഈ സംഘടിപ്പിക്കപ്പെട്ട സംവാദങ്ങളെയും ഇവിടെ നടക്കുന്ന ഈ സംസാരത്തെയും നിങ്ങൾ നോക്കിക്കാണേണ്ടത്. നേരെ മറിച്ച് ഞാനിവിടെ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ആരിൽ നിന്ന് എവിടെ നിന്നാണ് ഞാൻ വന്നത്, ആരുടെ മുമ്പിലേക്ക് ആരുടെ അടുക്കലേക്കാണ് ഞാൻ തിരിച്ചു പോവുക, മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഭാഗമായി തീരുമോ ഇല്ലേ, അതല്ല മരണത്തിൽ നിന്ന് എനിക്കൊരു വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൂട്ടിയ നന്മകൾക്ക് അനുസൃതമായി ആരുടെ മുമ്പിലേക്കാണ് എനിക്ക് ചെന്ന് നിൽക്കാനുള്ളത്? അവിടെ എനിക്ക് ഞാൻ ചെയ്ത നന്മകൾക്ക് പരിണിത ഫലമായിട്ട് എനിക്ക് സ്വർഗമുണ്ടോ? ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള പരിണിത ഫലമായി എനിക്ക് നരകമുണ്ടോ? നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതെല്ലാം കൃത്യമായി കൊണ്ട് മനുഷ്യകുലത്തെ പഠിപ്പിക്കുകയാണ് മതം ചെയ്യുന്നത്. ആ മതത്തിൻ്റെ അന്ത്യം കാണുവാൻ വേണ്ടിയാണ്, ആ മതം നിഷ്പ്രഭമായി കാണാൻ വേണ്ടിയാണ് ഇവിടെ ഫാസിസവും അതുപോലെ തന്നെ ഇവിടുത്തെ സംഘപരിവാറും ലിബറലുകളും നവലിബറലുകളും നിരീശ്വര ചിന്താഗതിക്കാരായ ആളുകളും നിർമ്മത പ്രത്യയശാസ്ത്രത്തിൻ്റെ ചിന്താഗതിക്കാരായ ആളുകളും ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ മുമ്പിൽ ഊർജ്ജസ്വലതയോടുകൂടി പറയാൻ നമുക്ക് കഴിയണം, നിങ്ങൾ എത്ര തന്നെ വിമർശിച്ചാലും ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു, മനുഷ്യരുടെ സൃഷ്ടാവായ രക്ഷിതാവ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിച്ച ഈ മഹത്തായ ആദർശത്തെ, ഈ മഹത്തായ ദീനിനെ, ഈ മതത്തിൻ്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താനോ നിഷ്കാസനം ചെയ്യാനോ ഇല്ലായ്മ ചെയ്യാനോ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അങ്ങനെ കഴിയുമെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. അതേ ഖുർആനിൻ്റെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബ 32-33 വചനങ്ങളിലും 61-ാമത്തെ അധ്യായം സൂറത്ത് സൊഫിൻ്റെ 8-9 വചനങ്ങളിലും അള്ളാഹു പഠിപ്പിക്കുകയാണ്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ അവരുടെ നാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അറിയണം, നിങ്ങൾ എത്ര കണ്ട് ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹു തആല അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമാണെങ്കിലും ശരിയെന്ന് ഈ വചനം ഓരോ സന്ദർഭത്തിലും ഓർത്തോർത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സത്യസന്ദേശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആരുടെ മുമ്പിലും ചൂളിപ്പോകാത്ത ഒരു മഹത്തായ ആദർശമാണ് എൻ്റെ പക്കലുള്ളത് എന്ന ആത്മാഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു കൂടിയിരുത്തം അതിനുള്ള നല്ല ഒരു കവാടമായി മാറട്ടെ, നല്ല ഒരു മാർഗമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.